വെൽക്കം ടു ഹംലൂസ് കിച്ചൺ. ഒരു ചിക്കൻ റോസ്റ്റ് ആണ് ഇന്ന് ഉണ്ടാക്കുന്നത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു റോസ്റ്റ് ആണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. മുളക് പൊടി എരിവ് അനുസരിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ വീട്ടിൽ പൊടിച്ച ഗരം മസാലയാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് ചേർത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഒന്ന് ചെറുതായിട്ടൊന്ന് പിച്ചിട്ടിട്ട് കൊടുക്കാം. ഇനി ഇത് കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചിക്കനിലേക്ക് ഈ മസാലയൊക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ തക്കാളി ചേർക്കുന്നില്ല. അതിന് പകരം ഒരു നാരങ്ങ നല്ലതുപോലെ നീരെടുത്തിട്ട് അതാണ് ചേർത്തിരിക്കുന്നത്. ഇതിനി ഒരു 30 മിനിറ്റ് മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഒരു 2 സവാള കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് തേങ്ങാക്കൊത്തും കറിവേപ്പില പിന്നെ പച്ചമുളക് വേണം. അപ്പോൾ ഇത് 30 മിനിറ്റ് ആയിട്ടുണ്ട്. ചിക്കനിലേക്ക് നല്ലപോലെ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഈ ചിക്കൻ ഈ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ലതുപോലെ ഫ്രൈ ചെയ്യണ്ട, കുറച്ചൊന്ന് ഫ്രൈ ആയി വന്നാൽ മതി. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കുറച്ചൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ പച്ചമുളകും കറിവേപ്പിലയും തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള വഴറ്റിയിട്ടല്ല ചേർക്കുന്നത്. ഇതിലേക്ക് തന്നെ സവാള ഇട്ട് കൊടുത്തിട്ട് ഇതിൽ തന്നെ ചിക്കനിൽ അടച്ചു വെച്ചിട്ട് വേവിച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ സവാളയൊക്കെ നല്ലപോലെ വെന്ത് കിട്ടും. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതിനെ അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഒട്ടും വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്ക് ഇത് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ചിക്കനിലെ വെള്ളമൊക്കെ നല്ലപോലെ ഇറങ്ങി വന്നിട്ടുണ്ട്. വീണ്ടും ഇത് അടച്ചു വെച്ചിട്ട് നല്ലപോലെ വേവിച്ചെടുക്കാം. ഇളക്കി കൊടുത്തിട്ട് ഒന്നുകൂടി ഇത് അടച്ചു വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ വെള്ളമൊക്കെ ഒരുവിധം വറ്റിയിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഇത് ഇങ്ങനെ തന്നെ ഇട്ടിട്ട് ഒന്ന് നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്.
ഈ സമയത്ത് ഇതിലേക്ക് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പോ എരിവോ ഒക്കെ ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. കുരുമുളക് പൊടിയൊക്കെ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും ചേർത്ത് കൊടുത്താൽ. എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കണം. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിനി സെർവ് ചെയ്യാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ ചിക്കൻ റോസ്റ്റ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഹംലൂസ് കിച്ചൻ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക് യു.